അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ ഇതാ എത്തിയിട്ടുള്ളത് നമ്മുടെ റമദാനിന് മുമ്പായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസം എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഡേ എന്ന് പറയാം, അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. അപ്പൊ ആ ദിവസം രാവിലെ ഹാജറാക്ക് സ്കൂളിൽ പോകാനുണ്ട്. അതിനു മുമ്പായിട്ട് ഹാജറാക്ക് ഹോംവർക്ക് ഒക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നൈറ്റ് ഇങ്ങനെ പറഞ്ഞ് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അവൾ അടുത്ത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഐറ്റം പറയും. അപ്പോൾ ഉമ്മച്ചി എനിക്ക് KFC ഉണ്ടാക്കി തന്നിട്ടേ ഇല്ല എന്നൊരു പറച്ചിൽ പറഞ്ഞു. അങ്ങനെ ഞാനിതാ നമ്മുടെ ബ്രോസ്റ്റഡ് അപ്പോൾ ക്രിസ്പി ചിക്കൻ ഉണ്ടാക്കുകയാണ്. കുറച്ച് ചിക്കൻ ഫ്രീസറിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത്, ബോൺലെസ് പീസാണ് അവൾക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് മാരിനേറ്റ് ചെയ്ത്, വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പുള്ളിക്കാരി പോയി ഹോംവർക്ക് എഴുതാൻ പോയി ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദി, മലയാളം ഇതൊക്കെ പഠിക്കണമല്ലോ, അതൊക്കെയാണല്ലോ അവരുടെ ടാസ്ക്. അപ്പോൾ അതൊക്കെ എഴുതാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതാ സംഭവങ്ങളൊക്കെ സെറ്റാണ്. അങ്ങനെ ഹാജറ ഹോംവർക്ക് എഴുതാനെടുത്ത് വന്ന് നോക്കിയ സമയത്താണ് അവളുടെ ബുക്ക് അവിടെ ഇരുന്നത്. ഇത് തലേദിവസം വാശി പിടിച്ച് പോയി വാങ്ങിച്ചതാണ്. എനിക്ക് ഈ ബുക്കില്ലാതെ ഇനി പറ്റൂല എന്നൊക്കെ. സംഭവം എന്താണെന്ന് വെച്ചാൽ വെറും പൈപ്പിൽ വരുന്ന ടാപ്പ് വാട്ടർ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ സ്കെച്ച് വെച്ച് ഒന്ന് വരച്ചു കൊടുത്താൽ അതിൽ പിക്ചർ തെളിഞ്ഞു കാണും. അതാണ് വാട്ടർ മാജിക് ബുക്ക് എന്നാണ് പറയണത്. ആ സംഭവങ്ങൾ കുറച്ചു നേരം ഞാൻ നോക്കിയതിന് ശേഷം വന്ന് വീണ്ടും കിച്ചണിൽ പണി തുടങ്ങി. അപ്പോൾ ഹാജർ ഇതുപോലെ പരത്തുന്ന സമയത്തൊക്കെ കൂടെ വന്ന് നിന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതുപോലെ ഒരു ദിവസം ഹെൽപ്പ് ചെയ്തത്, എനിക്ക് അപ്പം ചുട്ട് ഹെൽപ്പ് ചെയ്ത സമയത്ത് അവൾക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവസാനം സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും എന്നിട്ട് പൊരിക്കുകയുണ്ടായി എന്താണെന്ന്. അപ്പോൾ ഇവിടെ നെയ്ബേഴ്സും അതുപോലെയാണ്. അങ്ങനെ ഇനി മനഃപൂർവ്വമൊന്നും അല്ല പൊള്ളിച്ചത്, അവൾ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് കിട്ടുന്ന പണിയാണ്. അങ്ങനെ ഇതാ ഇക്ക വന്നു. ഇക്ക കളിക്കാനൊക്കെ പോയിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഹാജറ സ്കൂളിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ഈ റൂമിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ റൂമിൽ കൂടുതലും സ്റ്റോറേജ്, അയണിങ്, പിന്നെ ഡ്രസ്സിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ റൂമിലാണ്. ആരും ഉറങ്ങാറില്ല ഇവിടെ മെയിനായിട്ട് ഇങ്ങനത്തെ സ്റ്റോറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ആ റൂമിൽ നല്ല പൊടിയുണ്ട്. ക്ലീനിങ്ങിന് കൂട്ടായിട്ട് ഇക്കയും ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. പക്ഷെ തറ തുടച്ചിട്ട് വൃത്തിയാവണില്ല. അപ്പോൾ ഇക്കും പുറത്തു പോകാൻ വേണ്ടി കോള് വന്നു. അപ്പോൾ ഇക്ക പോകാൻ വേണ്ടി റെഡിയായി നിന്നിട്ടാണ്. ഈ അലമാരൊക്കെ നേരെ പിടിച്ച് വെക്കണമല്ലോ, അങ്ങനെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ നിന്ന് നോക്കിയപ്പോൾ സംഭവം സെറ്റ് ആവണില്ല. അപ്പോൾ ഇക്ക പോയി. എന്നിട്ട് ഞാൻ വീണ്ടും ക്ലീനിങ്ങിലോട്ട് ഇറങ്ങി. ഫുൾ പൊടിയൊക്കെ അടിച്ചതുകൊണ്ട് തന്നെ തറ ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടുപെട്ട്. അങ്ങനെ നല്ല ഷാമ്പൂ ഒക്കെ ഒഴിച്ച് ആദ്യം നല്ല ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ലൈസോളൊക്കെ ഒഴിച്ച് അങ്ങനെ 3-4 വെള്ളം എക്സ്ട്രാ വെച്ച് കഴുകിയിട്ടുണ്ട്, സാധാരണ കഴുകുന്നതിനേക്കാളും. അങ്ങനെ റൂമൊക്കെ സെറ്റ്. ഈ ഫാൻ ഇട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്ക വന്നതിന് ശേഷം വീണ്ടും റീഅറേഞ്ച് ചെയ്യണം. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ചെയ്യും മുമ്പായിട്ട് എനിക്ക് കിച്ചണിലൊന്ന് പോകാനുണ്ട്. കിച്ചണൊക്കെ ക്ലീൻ ചെയ്യണം. അതിനൊപ്പം തന്നെ കുക്കിങ്ങും ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ളത് സെറ്റാക്കണം. അപ്പോൾ ഇന്ന് സ്കൂൾ വിട്ട് നേരത്തെ വരും ഹാജറ. അപ്പോൾ വന്നതിന് ശേഷം നമുക്ക് അവൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ഭക്ഷണം കഴിച്ച് പണിയെടുക്കുന്നതാണ് നല്ലത് എന്ന് തോന്നി. ഇല്ലെങ്കിൽ എനിക്കും ടയേർഡാവും, ഇക്കയും ടയേർഡാവും. തീരെ പ്ലാനില്ലാത്ത ദിവസം ഫ്രിഡ്ജിന്റെ ഉള്ളിലിരുന്നാണ് നമ്മുടെ ഐഡിയാസ് ഒക്കെ ഒന്ന് പ്രൊഡ്യൂസ് ആവണത്. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള നമ്മുടെ ഹെൽപ്പ് ലൈൻ ഓടിക്കൂടി തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഇടയായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരാറുള്ളത് എന്താണ്
അധികം വീഡിയോ ഒന്നും കാണാറില്ല, അപ്ഡേറ്റ്സ് ഒക്കെ കുറവാണ്. അപ്പോൾ പ്രഗ്നൻ്റ് വല്ലതും ആണോ എന്നൊക്കെ എന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് 2-3 ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് ഇൻസ്റ്റഗ്രാമിലും അല്ലാതെ വാട്സപ്പിലൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചവരുണ്ട്. നേരിട്ട് കണ്ടിട്ടും ചോദിച്ചു, എന്താ ഇപ്പോൾ തടി വെച്ചല്ലോ, എന്തെങ്കിലും വിശേഷം വല്ലതും ഉണ്ടോ എന്നൊക്കെ. കാര്യം സത്യം തന്നെ, തടി വെച്ചു, ഇടയ്ക്ക് 1 കിലോ ഒക്കെ കുറഞ്ഞു. വീണ്ടും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു ടെമ്പറേച്ചറാണ്, നല്ല ചൂടാണ്. ഈ ചൂടത്ത് എനിക്ക് വർക്കൗട്ട് ചെയ്യുന്നത് എനിക്ക് പറ്റണില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. ഡയറ്റൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഡയറ്റിങ് ശരീരത്തിന് ഓക്കെയാണ്, പക്ഷേ വർക്കൗട്ട് അങ്ങോട്ട് നടക്കണില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന വീട്ടമ്മമാർക്ക് സ്ഥിരമുള്ളതാണ് ഈ കുടവയറും പിന്നെ ശരീരം. ഞാൻ നന്നായിട്ടൊരു 10-12 കിലോ വരെ കുറഞ്ഞതാണ്. പിന്നീട് ഗ്രാജ്വലി ഈ 2 വർഷം കൊണ്ട് കുറച്ചായിട്ട് ഇങ്ങനെ കൂടി. സത്യത്തിൽ ഞാൻ വീട്ടിലൊക്കെ പോയി നിൽക്കുന്ന ദിവസമാണ് പെട്ടെന്ന് എനിക്ക് 2-3 കിലോ ഒക്കെ കൂടാറുള്ളത്. കാര്യം അവിടെ ഉമ്മയുടെ ഫുഡൊക്കെ കാണുമ്പോൾ നമ്മൾ കഴിച്ചു പോവും. കഴിക്കുന്ന മാത്രമല്ല, നമുക്ക് അവിടെ ബേൺ ചെയ്യാൻ സമയം കിട്ടൂല. അപ്പോൾ എന്തായാലും വർക്കൗട്ട് ഇല്ലെങ്കിൽ തടി കൂടും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ എനിക്ക് തടിയെക്കുറിച്ച് എനിക്ക് വറീഡൊന്നും അല്ല. അപ്പോൾ തടി എന്തായാലും കുറയ്ക്കും. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു പ്ലാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്തായാലും തടി കുറയ്ക്കാൻ പറഞ്ഞ സമയത്ത് അത് കണ്ടിന്യൂസ് വ്ളോഗായിട്ടൊക്കെ ഡയറ്റൊക്കെ ഇട്ട് തുടങ്ങണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ വീണ്ടും മടിക്കും. അങ്ങനെയൊക്കെയാണ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത്, മടി കാരണമാണ്. എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ എടുത്ത് വെക്കും, പിന്നെ എഡിറ്റ് ചെയ്യാൻ മടിയാവും, അല്ലെങ്കിൽ സമയം കിട്ടാതെ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും തിരക്കായി പോവും. അപ്പോൾ ഞാൻ ഈ ഫ്ലോയിൽ ഒപ്പം ഒഴുകി പോണ ഒരാളാണ്. അപ്പോൾ എന്തൊക്കെ നടക്കണം എന്നുള്ളത് ജീവിതം അത് പോണ വഴിയിൽ ഇങ്ങനെ ഒഴുക്കിലൂടെ ഒഴുകി പോണ ഒരാളാണ്, അല്ലാതെ പ്രഗ്നൻ്റ് ഒന്നും അല്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇൻഫോം ചെയ്യും. ഇതിൽ യൂട്യൂബിൽ വരുന്ന സമയത്ത് എന്തായാലും ഞാൻ പറയാതിരിക്കൂല. അങ്ങനെ ഇതാ കുക്കിങ്ങിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ ചോറ്, വെണ്ടയ്ക്ക മെഴുക്ക് ഒക്കെ റെഡിയാക്കുകയാണ്. ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൈരുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ വേണമെങ്കിൽ നമ്മുടെ ഫ്രെയിംസ് ഒക്കെ പൊരിക്കാം, അല്ലെങ്കിൽ മുട്ട പൊരിക്കാം, എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാം, തട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പരിപാടികളൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് ഇക്കയും ഉണ്ട്. മോള് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണോ എന്തോ അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയല്ല, ഒന്നുകൂടെ നേരത്തെ പറഞ്ഞ പോലെ. ഇതുപോലെ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഇക്കക്ക് ഫോൺ കോൾ വന്നാൽ ഇക്ക പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ, പിന്നെ ഈ പരിപാടിയൊക്കെ പിന്നെ ഇക്ക തിരിഞ്ഞു നോക്കാറില്ല, അതാണ് പതിവ്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ല, ഫുള്ള് കൂടെ നിന്ന് എനിക്കെല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ കോൾ വന്നത്. അപ്പോൾ അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം. അപ്പോൾ ഇക്ക പറഞ്ഞ് ഇന്നത്തേക്ക് ഇതൊക്കെ നിർത്താം, കാര്യം ഇങ്ങനെ എല്ലാം പരന്നെടുക്കുകയാണ്. ഇക്ക പുറത്ത് പോകണോണ്ട് ഇക്ക നിർത്താൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റൂല. അപ്പോൾ ഇക്ക പറഞ്ഞ് നാളെയോ പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പരന്നെടുക്കണോണ്ട് ഞാൻ ഇക്ക അടുത്ത് ചോദിക്കാം, ഇനി ഏത് ദിവസമാണ് ഇക്ക ഫ്രീ ആവണത്, നമുക്ക് AC ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനാണ് ഇക്ക വന്നത്. പക്ഷെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇതൊക്കെ എൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ചെയ്തു. നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം 3-4 മണിവരെയിലും ഈ ചെവര് മുതൽ നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചുമരിലെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഡസ്റ്റ് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോവാനും. അതുപോലെ മെയിൻ പ്രശ്നം പല്ലി വന്നിട്ട്
ചെവറിലൊക്കെ ഇങ്ങനെ കറ ആക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യണം. വേറെ കുത്തിവരയ്ക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവിടെ മെയിൻലി പല്ലിയാണ് നമ്മുടെ പ്രശ്നക്കാരൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇത് പിറ്റേ ദിവസമാണ്. പന്നിക്ക പോയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ AC ഒക്കെ ആദ്യം ഇളക്കി. അപ്പം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പതറി. അങ്ങനെ ഇക്കയുടെ ഫ്രണ്ടിൻ്റെ നിന്ന് ഒരു വാക്വം ക്ലീനറും എടുത്തിട്ട് വന്നു. അങ്ങനെ വാക്വം ക്ലീനർ കൊണ്ട് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഇതിൻ്റെ ഇടയിൽ ഹാജറാക്ക് വയ്യ. ആ ദിവസം തന്നെ ആദ്യത്തെ ദിവസവും ഹാജറാക്ക് വയ്യാതെയാണ് ഇരുന്നത്. കുറച്ച് ചെറിയൊരു ജലദോഷം, രാത്രി ഉറങ്ങുമ്പോൾ ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ബെഡൊക്കെ ഒന്ന് ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വാക്വം ക്ലീനർ വെച്ച് പിടിച്ച സമയത്ത് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. വാക്വം ക്ലീനറെക്കാളും നമ്മുടെ തുണി കൊണ്ട് നല്ല തുണികൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ തട്ടി തുടച്ച് കുടഞ്ഞൊക്കെ എടുക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി. വാക്വം ക്ലീനർ തീരെ പറ്റാത്ത സ്ഥലത്ത് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കാനൊക്കെ ഇരിക്കും. എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ AC-യും ക്ലീൻ ചെയ്തു. ഈ കോട്ടൊക്കെ നന്നായിട്ട് ഇതുപോലെ ഭയങ്കര ഡസ്റ്റ് ആയിരിക്കും. ഡെയിലി ഞാൻ ഇത് ക്ലീൻ ചെയ്യലാണ്. വീട് തൂക്കുന്ന സമയത്ത് ഈ കോട്ടിൻ്റെ മുകൾ ഭാഗം ബെഡ് പൊക്കി നോക്കുന്ന സമയത്ത് നല്ല ഡസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ഒരുമാതിരി തൂള് പോലെ ഇരിക്കും. ആ സംഭവം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് മെയിൻ പരിപാടിയായിട്ട്. അപ്പോൾ ഇക്കൊക്കെ ഇത് മെനക്കേടായിട്ട് തോന്നിക്ക് പറഞ്ഞ ഒരു തുണി എടുത്തിട്ട് നമുക്ക് ഇത് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വാക്വം ക്ലീനർ AC ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കും. പക്ഷേ നമുക്കത് വേണ്ട എന്ന് തോന്നി. ഞാൻ കുറേ നാളുകൊണ്ട് ഇക്കയുടെ അടുത്ത് വാക്വം ക്ലീനർ ഒന്ന് വാങ്ങിച്ചാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ഏകദേശം എൻ്റെ മനസ്സിൽ വാക്വം ക്ലീനർ വേണ്ട എന്ന് തോന്നി തുടങ്ങി. അങ്ങനെ അപ്പോൾ AC ക്ലീൻ ചെയ്യാൻ കുഴപ്പമില്ല. ആ ഒരു ഫോഴ്സിൽ ആ ഒരു സംഭവങ്ങളൊക്കെ അഴുക്കൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഒരുപാട് ഡസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ക്ലീനിങ് വീണ്ടും ഇങ്ങനെ പിറ്റേ ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എനിക്ക് കുറച്ച് കപ്പ് കേക്ക്സ് വേണമെന്ന് പറഞ്ഞ്. ഹാജറയുടെ ഫ്രണ്ട് ഓംകൂടിയാണ്. അപ്പോൾ മോള് ചോദിച്ചുകൊണ്ടാണ് ഞാൻ കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഇങ്ങനെ വെച്ചിരുന്നത്. വാനില ബട്ടർ കൊണ്ട് റെഡിയാക്കിയതാണ്. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് കൊടുക്കാം, നമുക്കും എടുക്കാം എന്ന് വിചാരിച്ചിട്ട് കപ്പ് കേക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ചൂടോടെയാണ് ഇത്. കൈ ഇങ്ങനെ നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടോടെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്.